സച്ചു അമ്മയെയും അച്ഛനെയും വിളിച്ചോ? അമ്മയെ വിളിച്ചു. എന്നിട്ട് ഉള്ളതൊക്കെ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. അപ്പോ സുഷ്മയെ നന്നായി നോയിക്കൊള്ളേന്ന് പറഞ്ഞു അമ്മ. സുഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു അമ്മ. സച്ചു ഒരു ഭാഗ്യവാനല്ലേ? സുഷ്മ എന്തറിയുന്നു? എന്താ അങ്ങനെ? ഒന്നുമില്ല. എടാ വിജയരാഘവാ, മജീദേ, സർവത്ര കുഴപ്പമായി. നാട്ടുകാരൊക്കെ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു. എടാ ആ പലചരക്ക് കിടക്കാരൻ ചോദിച്ചു സുഷമ ആരാണെന്ന്. ഞാനങ്ങ് പറഞ്ഞു പോയി നാടക നടിയാണെന്ന്. നമ്മളൊക്കെ റിഹേഴ്സലിന് വന്നതാണെന്ന്. പുല്ല് പരിപാടി കാണിക്കരുത്. എടാ ഇടയ്ക്ക് റിഹേഴ്സൽ കാണാൻ കയറി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാള്. ആരെങ്കിലും വന്നാൽ റിഹേഴ്സൽ ചെയ്യാൻ 4 ഡയലോഗ് എഴുതി വെച്ചോ. പിന്നെ സംശയം തോന്നാതിരിക്കാൻ നടിക്ക് ഉടനെ നമ്മളൊരു തള്ള ഉണ്ടാക്കണം. പുലിവാലായ ഇങ്ങനെയുള്ള കേസുകളിൽ കുറച്ച് പുലിവാലൊക്കെ പിടിക്കേണ്ടി വരും. സച്ചുദേ, സുഷ്മ മേളിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നോളാം. എടാ ഇത് കുണ്ട്രയാണോ? പിന്നല്ലാതെ. എന്നെയും സുഷ്മ അറിയുന്ന കുണ്ട്ര ശാരങ്ങൻ അപ്പുറത്ത്. അയാൾ എന്റെ ചേട്ടന്റെ കൂട്ടുകാരനാ. നമ്മളൊക്കെ എത്തിയവരും ചിലപ്പോ വന്നേക്കും ഇങ്ങോട്ട്. ഇതിപ്പോ സർവത്ര പുലിവാലായല്ലോ. ഇതുതാ എന്റെ വീട്. വാ നമുക്ക് അകത്ത് കയറി തിട്ടപ്പെടുത്തിട്ട് പോവാം. പുള്ളിയെങ്ങാനും വന്ന എന്നെയും കാണരുത്, സുഷ്മയും കാണരുത്. ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പുള്ളിയെ കൈകാര്യം ചെയ്തോണം. എടാ ശാരങ്ങൻ വരുന്നു. നീ ടെൻഷൻ അടിക്കാതെ, അത് ഞാനും മജീദ് ഏറ്റു. വാ. പിന്നെ നീ സച്ചിനെയും സുഷമയും കൊണ്ട് മോളി പോരുന്നോ? വാ. നമസ്കാരം. എവിടെ? വിശ്വനാഥൻ പിള്ളയുടെ അനിയനോട് പോയി. പുറത്തേക്ക് പോയിരിക്കുക. ആരാ? കുണ്ട്ര ശാരങ്ങൻ എന്ന് പറയും. ഈ വീടിന്റെ നോക്കി നടത്തിപ്പൊക്കെ ഞാനാ. ഇവിടെ അടുത്താ താമസം. ഇരിക്കും. ഒരു നടിയുണ്ടെന്ന് കേട്ടു. നടി വരും. വരുവോ? അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ? അത് വന്നവള് പിണങ്ങിപ്പോയി. പുതിയ ആളെ തപ്പിപ്പോയിരിക്കുക വിക്രമൻ. അപ്പൊ ഇന്നെത്തും. എന്താ നാടകത്തിന്റെ പേര്? വസുന്ധരാപഹരണം. നല്ല പേര്. ഏത് കലാസമിതിയുടേതാ? വസുന്ധര കമ്പൈൻസ്. അതും കൊള്ളാം. ആരാ എഴുതിയത്? ഏതോ ഒരു വസുന്ധര. ആരാ നൃത്ത സംവിധാനം? വസുന്ധര പി. ഗാനരചന? പി വസുന്ധര. മറ്റതോ? ശബ്ദം വിളിച്ചോ? വസുന്ധര ആൻഡ് വസുന്ധര. സംവിധാനോ? എക്സൈസ് പങ്കജാക്ഷൻ പിള്ള ഉപേക്ഷിച്ച വസുന്ധര. പിന്നെ കാണാം നമുക്ക്. പിന്നെ ആരാ ഇവന്മാര്? വസുന്ധര ഉപേക്ഷിച്ചു. ഒന്നറിയണമല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഡിറ്റക്റ്റീവ്സ് ആണ്. ഇവിടെ എന്താ? അകത്താരൊക്കെ ഉണ്ടെന്നറിയാൻ. അകത്ത് കുറച്ച് പിള്ളേര് മാത്രമേ ഉള്ളൂ. இல்ல அந்த பசங்க கூட இன்னொரு ஆளும் இருக்கு. അതാര്? ஒரு அம்மா. അമ്മ വസുന്ധരയാ? பேரு தெரியாது. അപ്പൊ അത് നേരാണല്ലേ? പങ്കജാക്ഷൻ പിള്ള വസുന്ധര ഉപേക്ഷിച്ചു അല്ലേ? அதுவும் தெரியாது. അപ്പൊ പിള്ളേരെല്ലാരും കൂടി വസുന്ധര എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചോട്ട് തിരിക്കാണല്ലേ? இருக்கலாம். അപ്പൊ ഇത് ശരിക്കും വസുന്ധരാഭരണം തന്നെയാണല്ലേ? உனக்கு வேணாம்னா எங்களுக்கு கொடுத்துரு, நாங்க எடுத்துக்கிறோம்ல. ഉറപ്പാണോ? കൊണ്ടുപോയിക്കളാമോ? கண்டிப்பா. അപ്പൊ എന്നാ വാ, തിങ്ക് പண்றേ. வா. വിജയരാഘവ, ഇനി ഏതായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. നീ വിഷമിക്കാതെ, നമുക്ക് പോവാൻ ഫസ്റ്റ് ക്ലാസ് ഒരു ഇടമുണ്ട്. എന്റെ വല്യമ്മയുടെ മകൻ ഗോപി വക്കീലിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട്. കുന്നംകുളത്താ. യാതൊരു നിർവാഹവും ഇല്ലാതെ വന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ ഈ പറയുന്ന ആളല്ല ഞങ്ങൾ കണ്ടത്. അതൊരു കൊച്ചു പെണ്ണാ. ഉറപ്പാണോ? ഉറപ്പ്.
പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ലേശം തടിച്ചൊരു 40 കാരിയെ കണ്ട പിടിച്ചോണ്ട് പോയിക്കളാമോ? சாக்குல கட்டி நான் பழனிக்கு எடுத்துட்டு போறேன். അഡ്വാൻസ് പിടിക്കോ. வாடா. ഗോപിയേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുഷമയുടെ വീട്ടഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു, അതും കൊടുത്തു. ഇനി എല്ലാം പുള്ളിക്കാരൻ നോക്കിക്കോളും. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേന്ന് ഇവിടെ? ചേച്ചി ശാരങ്ങന്റെ ഭാര്യ സച്ചും സുഷമ ഇവിടെ വന്നു. ഞങ്ങൾ പോയി കൈകാര്യം ചെയ്തോളാം. അഥവാ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാൽ ഒരു സിഗ്നൽ തരാം. ഈ കട്ടിനടിക്കരി ഒളിച്ചോളാം. വാ വാ വാ. എന്താ ചേച്ചി? അങ്ങേര് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കെട്ടിയവൻ വന്നിട്ട് പോയല്ലോ ചേച്ചി. പിന്നെ വന്നിട്ട് പോയി. എവിടെ വിളിച്ചു നിൽക്കുക? ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അയ്യോ സത്യമായിട്ട് ചേച്ചി, കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു പോയി. പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുന്ന ആളെ മാർക്കറ്റിൽ വെച്ച് നടിയുണ്ടെന്നറിഞ്ഞപ്പോ നടപ്പിന്റെ വേഗത കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു. കണ്ടത് മതി, ഇങ്ങോട്ട് പോര്. ഇവിടെ നടിയൊന്നുമില്ല ചേച്ചി, ആളുകൾ ചുമ്മാ ഏഷ്യന് പറയുന്നതാ. ഓ പിന്നെ ഏഷണി. ദേ ഞാൻ കയ്യോടെ പിടിക്കും മുമ്പ് ഇറങ്ങി ഇങ്ങോട്ട് പോരുന്നോ? ചേച്ചി മോളിലാരുമില്ല, ഒറ്റ കുഞ്ഞില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. പ്രഷറാണെന്നും കരുതി ഞാൻ മേലോട്ട് കേറത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട. ചേച്ചി പ്രഷറുണ്ടെ കോണി കയറരുത്, ദോഷവാ, മോശവാ. ഒന്ന് മാറടാ വിശ്വാമ്പിള്ളയുടെ അനിയ. അതിയാനെ അവളെ ഞാനൊന്ന് കണ്ടോട്ടെ. എന്നാ കേറിക്കോ. ഭാനുമതി ചേച്ചി കോണി കയറുന്നു, കോണി കേറിക്കൊണ്ടിരിക്കുന്നു. ഭാനുമതി ചേച്ചി പാതി കോണി കയറിക്കഴിഞ്ഞു, കോണി കയറിക്കഴിഞ്ഞിരിക്കുന്നു. കാല് പുറത്ത് കാണാം, കാല് പുറത്ത് കാണാം. അകത്തോട്ട് കയറ്റണം, അകത്തോട്ട് കയറ്റണം. മറ്റേയാളുടെ കാലും കാണാം, മറ്റേയാളുടെ കാലും കാണാം. അതകത്തേക്ക് വലിക്കണം, പ്ലീസ്, അകത്തേക്ക് വലിക്കണം. ആരാ പിള്ളാരെ നിങ്ങള്? അയ്യോ അത് നമ്മള് ഭാനുമതി ചേച്ചിയോട് പറയാൻ വിട്ടുപോയല്ലേ. ഇറങ്ങി വാ, ഇറങ്ങി വാ. ഇത് നമ്മുടെ സച്ചിനും സുഷമയാണ് ചേച്ചി. ചേച്ചി കണ്ടിട്ടില്ല അല്ലേ? ഇത് സച്ചിൻ, ഇത് സുഷമ. സുഷമയുടെ ആങ്ങളെയാണോ സച്ചിൻ? അല്ല. എന്നാ കാമുകനാണോ? അതുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് സച്ചിൻ, ഇത് സുഷമ. ഓളോളം പ്രായമില്ലാത്ത ഈ നടിയെ കാണാനാണോ അധികം ആക്രാന്തം പിടിച്ച് ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് കണ്ടോ കൊച്ചേ? ഇല്ല. ചേച്ചി പുള്ളി ഇവിടെ വന്ന് നടി എന്തേന്ന് ചോദിച്ചു. ഇവര് പറഞ്ഞു നടി വന്നിട്ടില്ല എന്ന്. അപ്പൊ തന്നെ പുള്ളി അങ്ങ് പോയി. പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാനങ്ങ് പോയനെയായിരുന്നല്ലോ. ഇതാന്നോ ഹീറോ? ഹീറോയും ഹീറോയിനും നല്ല ചേർച്ചയുണ്ട്. ആ നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളുടെ നാടകം നടക്കട്ടെ. ഞാനങ്ങ് പോയേക്കാം. അയ്യോ നാടകമൊന്നുമില്ല ചേച്ചി, ഞങ്ങൾക്ക് കുന്നുകുളത്തേക്ക് പോവുക. വാ വാ വാ. നിങ്ങൾ ബാക്ക് ചെയ്ത് പുറപ്പെട്ടോ, ഞങ്ങൾ പുറകെ വന്നോളാം. വാ. എടി വസുന്ധരേ, നീയുമായി ഇടക്കാലത്ത് എനിക്കൊരു ബന്ധമുണ്ടായി, ശരിയാ? എന്നും വെച്ച് നീ എന്റെ കൂടെ അങ്ങ് കയറി പൊറുക്കാമെന്ന് കരുതിയോ? തലയാട്ടുന്നോടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ മതിയടി നിന്റെ കൊതി. പിടിച്ച് മാറ്റികളെ പിടിക്കടാ. അയ്യോ സാരം ചേട്ടാ, അത് ഭാനുമതി ചേച്ചിയാ. എന്റെ ഭാനുമതി. അവരല്ലേ പോയത്? അവളും നോട്ടപ്പുള്ളികളാ, പിടികിട്ടാപ്പുള്ളികള്, ഒളിച്ചോട്ടക്കാര്. അവരെങ്ങോട്ടാ പോയത്? കുന്നംകുളത്തേക്ക്.
സാരം കേട്ടാ ബൈ. 3 ദിവസമായി അന്വേഷിക്കുകയാണ് എല്ലാവരും, വീട്ടുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാം. അടിയിടിക്കാരും ഗുണ്ടകളും എല്ലാം പുറപ്പെട്ടിട്ടുണ്ട് കുന്നംകുളത്തേക്ക്. എന്താ ആരായി വസുന്ധര? വസുന്ധര ആരാണെന്ന്? ഏതോ ഒരു പശു. പിന്നെ ഏതോ ഒരു വസു തൃശ്ശൂരിലെ അഡ്വക്കേറ്റ് ഗോപിനാഥന്റെ ഒരു വീട് കുന്നംകുളത്ത് ഒഴിഞ്ഞെടുപ്പുണ്ട്. അവിടെയുണ്ട് അവളവനും. 2 രാത്രികളും 2 പകലുകളും അരുൺ അവരെ നിഴൽ പോലെ പിന്തുടരണം. അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന് ഉറപ്പ് വന്നാൽ, ശരിക്കും ഉറപ്പ് വന്നാൽ മാത്രം എന്നെ വിവരറിയിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഷമയെ വലിച്ചഴിച്ച് എന്നെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആരും കാണാതെ അവനെവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടണം. ഓക്കെയുള്ളൂ. സച്ചു എവിടെ? അവനൊരു സ്വപ്നജീവിയല്ലേ, അവിടെ എവിടെയെങ്കിലും കാണും. എന്താ കയ്യിൽ എഴുതിയേ? ഒന്നുമില്ല. പിന്നെന്താ മറച്ചു പിടിക്കുന്നേ? എനിക്ക് കാണണം. ഒന്നുമില്ലെന്നേ. ഇല്ല, എന്തോ എഴുതി. എഴുതിയില്ല. എന്നെ കുറിച്ച് എന്തോ എഴുതി. തുറക്ക് സച്ചു, തുറക്ക്. എനിക്ക് കാണണം. കാണണം. തുറക്ക്. എന്തിന്? എനിക്ക് കാണണം. തുറക്ക്. ശരി, എല്ലാം തുറക്കാൻ സമയമായെന്ന് തോന്നുന്നു. തുറക്കട്ടെ. എന്താ ഇതിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ കാരണം? പറ സച്ചു. പറയട്ടെ. പറ. ഒരിക്കൽ വൃശ്ചിക മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഞാൻ ഗോവിയൊക്കെ ആളെ വിട്ടു. ഉടനെ അങ്ങോട്ട് ചെല്ലാൻ വാ. സുഷമയുടെ അച്ഛൻ എത്തിയിട്ടില്ല. എത്തുമെന്ന് തോന്നുന്നില്ല. നാട്ടിൽ സുഷമയെ കാണാനില്ല എന്നായിരുന്നു സംസാരമെങ്കില് ഒരുപക്ഷെ അദ്ദേഹത്തിനെ അന്വേഷിച്ചു. പക്ഷേ നാട്ടിലെ സംസാരം സുഷമ സ്വന്തം കാമുകനായ സച്ചിനുമായി ഒളിച്ചോടിയെന്നാണ്. നിങ്ങൾ തമ്മി പ്രേമൊന്നുമില്ലല്ലോ? ഇല്ലില്ല, ഒന്നുമില്ല. അങ്ങനൊന്നുമില്ല. പക്ഷെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ കടുകടുത്ത പ്രണയത്തിലാണ്. മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത തീവ്രമായ അനുരാഗത്തിലാണ് നിങ്ങൾ എന്ന് നമ്മൾ പറയുന്നു, സ്ഥാപിക്കുന്നു. സുഷമ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ ഈ കള്ളനാടകം ഇത്തിരി കാലം കൂടെ കളിച്ചേ പറ്റും. സുഷമയ്ക്ക് ബലമായ ഒരു സംശയമുണ്ട്. തന്റെ വിവാഹത്തോടുകൂടി മാതാപിതാക്കൾ വേർപിരിയുമോ എന്ന്. ആ സംശയം തീരെ അസ്ഥാനത്തല്ല, അതിനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇപ്പോ കാമുകനുമായിട്ട് ഒളിച്ചോടിപ്പോയ മകളെ മറന്നിട്ട് സുന്ദരമായിട്ട് അവർക്കങ്ങ് പിരിയാം. പക്ഷെ അവരത് ചെയ്യില്ല. കാരണം 2 പേർക്കും സുഷമയെ ഭയങ്കര ഇഷ്ടം. സുഷമയ്ക്ക് അവരെ ഇഷ്ടമാണ്. അത് അവർക്ക് അറിയുകയും ചെയ്യാം. ഈ ഇഷ്ടം മുതലെടുത്തിട്ട് വേണം നമുക്ക് കളിക്കാൻ. കമ സ്നേഹിച്ചു പോയ പുരുഷനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുകയും ജീവിക്കാൻ ഒരു ഉപാധി ഉണ്ടാക്കി തരികയും ചെയ്യണമെന്ന് പറഞ്ഞ് സുഷമ ഒരു വക്കീൽ നോട്ടീസ് അയക്കും. ഒന്ന് അമ്മയ്ക്ക്, പിന്നൊന്ന് അച്ഛൻ. അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അവർ പ്രതികരിക്കും. പ്രതികരിക്കുമ്പോ കോടതിയിലോ കോടതിക്ക് വെളിയിലോ കുടുംബ കോടതിയിലോ വെച്ച് ഈ നാടകം മനോഹരമായിട്ട് അവസാനിക്കും. എന്താ
ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ? ഗുഡ്. പക്ഷേ അതിനു മുമ്പ് മുദ്രപത്രത്തിൽ ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ സച്ചുവും ഈ സ്റ്റേറ്റ്മെന്റിൽ സുഷമയും ഒപ്പിടണം. സ്വന്തം മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു പോകുമോ എന്ന് ഭയന്ന സുഷമ പറഞ്ഞ പ്രകാരം വെറുതെ നിന്നുകൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ആ മാതാപിതാക്കൾ ഒരുമിക്കുന്നത് കാണുവാനും സുഷമയും കിഷോറുമായിട്ടുള്ള വിവാഹബന്ധം മംഗളമായി നടക്കുന്നത് കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് താനെന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സച്ചുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും വേർപിരിയില്ല എന്ന് വാക്ക് തന്നാൽ കിഷോറുമായിട്ടുള്ള വിവാഹബന്ധത്തിന് 100% സമ്മതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സുഷമയുടെ സ്റ്റേറ്റ്മെന്റ്. അല്ല, വക്കീൽ നോട്ടീസും കേസും കോടതിയൊക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ സുഷമയുടെ മാതാപിതാക്കളുടെ വിവാഹബന്ധം തകരാറിലാകാനും നേരത്തെ ഉറപ്പിച്ചു വെച്ച സുഷമയുടെ കല്യാണം മുടങ്ങാനും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ്. വിൽ യു സൈൻ ഇറ്റ്? I will sign, sir. എന്റെ പേരൻസ് പിരിയരുത്. കിഷോറുമായിട്ടല്ല, സച്ചിനുമായിട്ടുള്ള എന്റെ വിവാഹമാണ് നടക്കേണ്ടത്. സാറിന് എന്നെ സഹായിക്കാൻ പറ്റുമോ? സുഷമയെ ഞാൻ സഹായിക്കാം. പക്ഷെ അതിനു മുമ്പ് എന്റെ മുമ്പിൽ വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒപ്പിട്ട് തന്ന സച്ചുവിന്റെ യഥാർത്ഥ ഉള്ള എനിക്കൊന്ന് അറിയണം. സച്ചുവുമായി എനിക്കൊന്ന് സംസാരിക്കണം. തനിച്ച് Come on. എന്താ സുഷ്മ ഇത്? എന്താ ഇതുവരെ പറയായിരുന്നത്? എനിക്കറിയില്ല.